നിനക്കില്ലാത്തത് എനിക്കും വേണ്ട എന്നുള്ള നിന്റെ ചിന്തയുണ്ടല്ലോ, അതിന് എന്തെങ്കിലും തിരിച്ചടി കിട്ടൂടി. തൽക്കാലം നീ ജയിച്ചു, പക്ഷേ എന്നും അങ്ങനെ ജയിക്കുന്ന നീ കരുതണ്ട. നീ വിചാരിച്ച എന്റെ കുഞ്ഞ് രക്ഷപ്പെടും. അവനെ കള്ളക്കേസ് കുടുക്കിയതാ. ഞാൻ കഥയെപ്പറ്റി ഒന്നും അറിയില്ല. അവനെ പോലെ ഒരുത്തനെ ഞങ്ങൾ രക്ഷിക്കത്തുമില്ല. ഇവളെ കെട്ടുന്നതിന് മുൻപ് എല്ലാവരെയും നിനക്ക് വേണമായിരുന്നു. എല്ലാരെയും വേണമായിരുന്നു, പക്ഷേ നിങ്ങൾക്കൊക്കെ വേണ്ടത് എന്റെ പണം മാത്രമായിരുന്നു. അതുകൊണ്ടാ ഇന്നും ഈ വീൽ ചെയറിൽ എനിക്ക് ഇരിക്കേണ്ടി വരുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്കിലും ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. അമ്മയും ഇപ്പൊ എന്നെപ്പോലെ വീൽ ചെയറിൽ ഇരിക്കുന്ന അമ്മാവനും എന്നോട് നീതി കാണിച്ചിരുന്നെങ്കിൽ എനിക്കിപ്പോ മറ്റുള്ളവരുടെ കൈ പിടിച്ചെങ്കിലും നടക്കാൻ കഴിഞ്ഞേനെ. പിന്നെ അതേപ്പറ്റിയൊന്നും ഇപ്പൊ ഇവിടെ ആരും പറയാൻ നിൽക്കണ്ട. അമ്മേ, ആ പോയ 2 കാരണം എല്ലാരും കരയാ. ആ കരച്ചിലിന് എപ്പോഴെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ അമ്മേ? മോള് പറഞ്ഞു മോളെ, എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാ. അത്രയ്ക്കും ഞാൻ മനസ്സ് മടുത്ത് നടക്കുക മോളെ. പ്രതാപാ, ഓ ദാണ്ട തണുത്ത മോര. എന്തൊക്കെ ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ. നിന്റെ ഈ മൊട്ടത്തലി ഒന്ന് തണുക്കട്ടെ. എന്തായാലും ഇപ്പൊ ഈ തലയ്ക്കകത്ത് ബുദ്ധിയൊന്നുമില്ല. അപ്പൊ അത് തണുത്ത് ഉറഞ്ഞ് മരവിച്ചിരിക്കട്ടെ. കുടിക്കേ. വാമേട്ടൻ വിളിച്ചിരുന്നു. മേഘന് ജയിലിലേക്ക് പോവേണ്ട അവസ്ഥയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് പോകും. ചിലരെയൊക്കെ അങ്ങ് തൂക്കിക്കൊല്ലും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓ, ലക്ഷ്മിയുടെ കയ്യിലാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒക്കെ ചരടിരിക്കുന്നത്. ശരിയാ അമ്മേ, അമ്മ പറയുന്ന സത്യം. ലക്ഷ്മിയുടെ ജീവിതത്തിന്റെ ചരടിരിക്കുന്നത് ആ അയ്യപ്പ വിഗ്രഹത്തിന്റെ കയ്യിലാ. ആ വിഗ്രഹം അവളുടെ കയ്യിൽ നിന്ന് പോവാതെ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാ ഇവിടെ ഇരുന്നോണ്ട് പറയടാ അയ്യപ്പനോട് ആ വിഗ്രഹം ഇങ്ങോട്ട് കൊണ്ടുതരാൻ. മണ്ഡലമാസമായിട്ട് ആ കാലിന് സ്വാധീനമില്ലാത്തവൻ മാറിയിട്ടിരിക്കുക. കാലിന് സ്വാധീനം ഇല്ലാത്തവർക്കും മല കയറാമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ കൊണ്ടുപോയപ്പോഴേ നിന്നേക്കാളും മുന്നേ സന്നിധാനത്തിലെത്തിയത് ഞാനാ. അവനൊപ്പം ആ മാർക്കോയും അവന്റെ കൂട്ടുകാരനും ഒക്കെ പോകുന്നുണ്ട്. എടാ പ്രതാപ, ഈ മാർക്കോ എന്ന് പറയുന്നവനെ അവനൊരു ഭീമസേനന. അവൻ വേണമെങ്കിൽ അവനെ തോളെ വെച്ചോണ്ട് അങ്ങോട്ട് പോകും. ആ, ഈ അയ്യപ്പനാ മാർക്കോയും അവന്റെ കൂട്ടുകാരനും ഒക്കെ ലക്ഷ്മിയുടെ അടുത്ത് എത്തിച്ചത്. അല്ലെങ്കിൽ ഇവനൊക്കെ പൊട്ടിമുളച്ചതല്ലേ ഒരു സുപ്രഭാതത്തിലെത്തിയേ. അന്ന് ഗുണ്ടകൾ ഇവിടെ വന്ന് അവളെ തട്ടിക്കൊണ്ടുപോയപ്പോ അവളെ രക്ഷിച്ചത് ഈ മാർക്കോയാ. അല്ലമ്മേ, ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലത്തിന്റെ മുമ്പ് വെച്ച് ലക്ഷ്മിയെ കൊല്ലാനായിരുന്നു ഈ ഗുണ്ടകൾ പ്ലാനിട്ടെ. ആ സമയത്ത് ഇവൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു അമ്മേ. അവനെ ഒരു മുരുകഭക്തനാണെന്ന് ഇടയ്ക്ക് ദുർഗ എപ്പോഴാ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. അവൻ വെറും മുരുകനൊന്നുമല്ല, പുലിമുരുകനാ. ശരിക്കും പുലിമുരുകൻ. എടാ ശത്രുക്കളെ ഇങ്ങനെ പുകഴ്ത്തി പറയല്ലേ, നമ്മൾ രക്ഷപ്പെടത്തില്ല പ്രതാപ. ആ അയ്യപ്പ വിഗ്രഹം അവളുടെ പൂജാമുറിന്ന് എങ്ങനെ കളയുന്നൊന്ന് ആലോചിക്കമ്മേ. എടാ അതിനിപ്പൊ ആ വിഗ്രഹം പൂജാമുറിയിൽ ഇല്ലടാ. മണ്ഡലകാലം ആയതുകൊണ്ടേ എല്ലാ ദിവസവും അയ്യപ്പ പാട്ടും ബഹളവും ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാ അയ്യപ്പ വിഗ്രഹം പുറത്താ വെച്ചിരിക്കുന്നേ. അങ്ങനെങ്കിൽ ആ വിഗ്രഹം അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറണമേ. ആ, അത് പറഞ്ഞ് കരുണമോൾ ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു. വിഗ്രഹം ഒന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നാ അത് കളയുന്ന കാര്യം ഞാൻ ഏറ്റു. നീ മാത്രം അങ്ങനെ ഏക്കണ്ട, നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോയി കളഞ്ഞാ മതി. നീ ഒരു മണ്ടനായതുകൊണ്ട് നീ അബദ്ധങ്ങളെ കാണിക്കും. അമ്മയ്ക്ക് ഞാൻ മണ്ടനാണെന്ന് തോന്നി തുടങ്ങിയത് കുറച്ച് നാളായിട്ടാണല്ലോ. ആ,
അതിനു മുമ്പേ നിനക്ക് കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ മാർക്കോടെ കയ്യിൽ നിന്ന് നിന്റെ തലയ്ക്ക് 2 കിട്ടിയപ്പോ ഉള്ള ബുദ്ധി എല്ലാം പോയി. അമ്മ, ലക്ഷ്മിയുടെ ചിത കൂട്ടുന്നത് കണ്ടതാ ഞാൻ. പക്ഷെ ആള് മാറിപ്പോയത് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എടാ, ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ ആളും പേരും ഒന്നും മാറത്തില്ല. കത്തിക്കേണ്ടവരെ തന്നെ കത്തിക്കും. അല്ലാത്തവരാ വഴിയെ കൂടെ പോകുന്നവരെയൊക്കെ പിടിച്ചോണ്ട് വന്ന് കത്തിക്കുന്നത്. അന്നേ ഒരു സെമിത്തേരി പോയാ ബോഡി എടുത്തോണ്ട് വന്നേ, ആരും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ വലിയ കേസായി പോയനെ. ആ, നിന്റെ ആ മേഘന്റെ ഒക്കെ ഇപ്പോഴത്തെ പോക്കനുസരിച്ച് മിക്കവാറും കേസ് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അമ്മേ, അതൊക്കെ ഒന്ന് വിട്. ആ അയ്യപ്പ വിഗ്രഹം അവിടുന്ന് എങ്ങനെ മാറ്റാൻ പറ്റുന്ന ആലോചിക്കും. എടാ ചക്ക, നമുക്ക് അതിനെ പറ്റിയുണ്ടല്ലോ ഗൗരവമായിട്ട് തന്നെ ചിന്തിക്കണം. പക്ഷേ മണ്ഡലമാസമാ. ഇപ്പോ അയ്യപ്പ സ്വാമിക്ക് ശക്തി കൂടി നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് സൂക്ഷിച്ചും കണ്ടുമൊക്കെ കളിക്കാൻ പറ്റും. അതും നാശിപ്പിച്ച് കളയാനൊന്നും പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. വലിയ പ്രയോജനമൊന്നും ഇല്ലെങ്കിലും നീ ഒന്ന് ആലോചിച്ച് കള. പറയുന്ന ആള് പായസത്തിൽ വിഷം കുടിപ്പിച്ച് കൊല്ലാൻ നടന്ന ആളാ. എന്നിട്ട് എന്തായി? അവനെ റിമാൻഡ് ചെയ്തു, ആ മേഘനെ. ആശ്വാസമായി. അവന് ജാമ്യം കിട്ടിയില്ലല്ലോ. ഇനി 14 ദിവസം ജയിലില്ല. അവിടുന്ന് പിന്നെ ജാമ്യം കിട്ടുമെന്ന് അറിയില്ല. അങ്ങനെ അവൻ ജയിൽ പുള്ളി ആയല്ലോ. അതിനൊക്കെ അർഹതയുള്ളവനാ. ജയിലിൽ കിടന്നിട്ട് ഇറങ്ങുന്നവൻ ഒരിക്കലും നല്ലവനാകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വരില്ല. ഇനി അവൻ കൂടുതൽ അപകടകാരി ആവാനാണ് സാധ്യത. അവന്റെ മനസ്സ് കണ്ടറിഞ്ഞ ദൈവങ്ങൾ അവൻ ഓരോരോ തിരിച്ചടി കൊടുക്കുന്ന. സ്വത്തും പണവും മോഹിച്ച് നടന്നിട്ടിപ്പോ എന്തായി സാഗരേട്ടാ? ഒരുത്തിക്കും കുഞ്ഞിനും അവനിപ്പോ ചെലവിന് കൊടുക്കേണ്ടി വന്നില്ലേ? അതിനൊപ്പം ഇനി കേസും നടത്തണ്ടേ? അവനെ കണ്ണേട്ടന്റെ തണല്ല തടിച്ചു കൊഴുത്തത്. ഇപ്പൊ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് അവൻ ഒരു സ്ഥാനവും ഇല്ല. ജ്വല്ലറിന്നും പുറത്തായി. ജോലിയും കൂലിയും ഇല്ലാത്തവൻ അധികം വൈകാതെ തന്നെ പാപ്പരാവും. അങ്ങനെ പാപ്പരാവുന്ന മേഘനെ ഭയക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അവനും അവന്റെ അച്ഛനും ഒക്കെ ചില്ലറയൊന്നുമല്ല ആഗ്രഹിച്ചത്. അത് അവനൊപ്പം നടന്ന സമയത്ത് എനിക്കറിയാം. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മൊത്തത്തിൽ വിഴുങ്ങണമെന്ന് തീരുമാനിച്ചവരാ മേഘനും അവന്റെ അച്ഛനും. അവിടെ നിന്നാണ് അവർക്ക് ഈ വീഴ്ചയുണ്ടായിരിക്കുന്നത്. അതിനിടയില് അവർക്ക് ആർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. നമ്മൾ അറിഞ്ഞൊരു കാര്യം. കണ്ണേട്ടൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുക. തോമസ് സാറും പറഞ്ഞില്ലേ ഉടനെ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുമെന്ന്. അങ്ങനെ വന്നാ പിന്നെ മേഘനും അമ്മാവനും മാത്രമല്ല, എന്റെ ആങ്ങളയ്ക്കും അമ്മയ്ക്കും ഒക്കെ അതൊരു തിരിച്ചടി തന്നെയായിരിക്കും. കരുണയെന്ന് എന്റെ ഏട്ടത്തെയും അതോടെ തകർന്ന് തരിപ്പണമാവും. ഇപ്പൊ തന്നെ ഏട്ടത്തിയുടെ മുമ്പിൽ അവർക്ക് ആളാവാൻ ആകെ ഉണ്ടായിരുന്ന കുഞ്ഞും പോയി. ഇനി മിക്കവാറും ആ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവാൻ പോകുന്നത് ഏട്ടത്തിക്കായിരിക്കും. കണ്ണേട്ടൻ നടക്കും സാഗരേട്ടാ. കണ്ണേട്ടന്റെ ചോരയില് ഏട്ടത്തിക്കൊരു കുഞ്ഞും ജനിക്കും. എന്റെ മനസ്സങ്ങനെയാ പറയുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്നാ പിന്നെ ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. നീ എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്കേ. ശരി. കണ്ണേട്ടാ, സാഗർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു. യഥാർത്ഥ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസല്ല, മാർക്കോയും തോമസാറെല്ലാം കൂടെ കണ്ടെത്തിയത്.
എന്തായാലും ഇപ്പൊ ആ മേഘനാണല്ലോ പ്രതി. ആ നിലയ്ക്ക് നമ്മൾ സാഗറിനോട് കാണിച്ചത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോ തോന്നുവാ. ഒരിക്കലും സാഗറിനെ കമ്പനിയിൽ നിന്ന് ഒഴിവാക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി ഇപ്പോ മഞ്ജു സെയിൽസ് ഗേളായിട്ട് പോവാ. അതങ്ങനെ അത്ര മോശം ജോലിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇത്രയും നല്ല പൊസിഷനിൽ ഇരിക്കുമ്പോ മഞ്ജു അങ്ങനെ നിന്നാ മതിയോ? അവക്ക് നല്ലൊരു ജോലി കൊടുക്കണ്ടേ? എടോ, ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ MD താനാടോ. അവൾക്ക് നല്ലൊരു ജോലി കൊടുക്കണമെന്ന് തനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ അവളുടെ നിലയ്ക്കും വിലയ്ക്കും യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ഒരു ജോലി കൊടുക്ക്. നമ്മുടെ ഫിനാൻസിയേഴ്സിലേക്കോ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ അതുമല്ലെങ്കിൽ ജുവലറിലോ മറ്റോ. അങ്ങനെ എന്തെങ്കിലും ഒരു ജോലി അവക്ക് കൊടുക്കണം കണ്ണേട്ടാ. അവളോട് തന്നെ ചോദിക്കാം അവക്ക് എന്താ വേണ്ടെന്ന്. അതിനൊന്നിനും ഞാനെതിരല്ല. സാഗർ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോ തന്നെ പകുതി ആശ്വാസമായി. അതിനേക്കാൾ ഉപരി അവനോട് മതിപ്പ് തോന്നിയത് ഉള്ള ജോലി പോയപ്പോ അവൻ ആത്മാഭിമാനത്തെപ്പറ്റി ചിന്തിക്കാതെ നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വരെ എത്തിയില്ലേ, ദിവസക്കൂലിക്ക് ജോലി ചെയ്തില്ലേ. അതൊക്കെ വളരെ നല്ല മാറ്റം. സാഗറും മഞ്ജുവും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് നടത്തിയത് മാർക്കോയാ. അതുകൊണ്ട് അവരുടെ ഭാഗത്തൊരു ശരിയുണ്ടെങ്കിൽ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് മാർക്കോ അവർക്കൊപ്പം നിൽക്കും. അതുകൊണ്ടാ ഇപ്പൊ വലിയൊരു ആപത്തിൽ നിന്ന് സാഗർ രക്ഷപ്പെട്ടത്. മേഘന്റെ കാര്യം ഞാൻ ആലോചിക്കുക. അവൻ ഒരു രീതിയിലും മഞ്ജുവിനെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുക. അതുകൊണ്ട് എന്താ ഇപ്പൊ കണ്ണേട്ടാ, അവൻ ജയിലിലായില്ലേ? എന്നേ അവന് ജയിൽ പുള്ളി എന്നുള്ള പേര് വീഴേണ്ടതാ. പെണ്ണിന്റെ മാനത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത അവനൊക്കെ പുറത്തല്ല അകത്താ കിടക്കേണ്ടത്. ശരി കണ്ണേട്ടാ. അല്ല, അപ്പോ താനവളെ വിളിക്കുന്നില്ലേ മഞ്ജുവിനെ? എന്തിനാ വിളിക്കുന്നേ? അവളെ ഞാൻ നേരിട്ട് ടെക്സ്റ്റൈൽസിൽ പോയി കണ്ടോളാം. നല്ലല്ലേ? റേറ്റ് വളരെ കുറവാ. അതൊന്നും എടുത്തു തരുമോ? അപ്പുറത്ത് ഇത് വേണോ ഇത് വേണോ? അത് തന്നെ. ഇത് മതിയോ? എടുത്തോ. ഇത് മതിയോ? ഇത് പാക്ക് ചെയ്തോളൂ. ശരി ശരി, ഓക്കെ. എല്ലാം പഠിച്ചെടുത്തല്ലോ. എത്ര സ്മാർട്ടായിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ നമ്മളെല്ലാം പഠിച്ചെടുക്കും അശ്വതി. അതാ സത്യം. ദേ, നിന്റെ ഏട്ടത്തി വരുന്നു. മഞ്ജു, നീ എന്റെ കൂടെ ഒന്ന് വരുമോ? അശ്വതി, നീ ഇതൊന്ന് ബില്ലാക്കോ? ഓക്കെ. എടുത്തി. എന്താ എടുത്തി? അത് സാഗറിനോട് ഞാൻ ചെയ്തത് വലിയ തെറ്റായി പോയെന്ന് എനിക്കിപ്പോ മനസ്സിലായി. അവന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലല്ലോ. തെറ്റ് ചെയ്തത് ആരാണെന്ന് ഇപ്പൊ ഏട്ടത്തി ഉൾപ്പെടെ ഉള്ളവർക്ക് മനസ്സിലായല്ലോ. മഞ്ജുവിനെ പോലെ തന്നെ ഞങ്ങൾക്കും മേഘനെ സംശയം ഉണ്ടായിരുന്നു. പിന്നെ സാഗറിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതും മേഘനല്ലേ. അതുകൊണ്ടാ ഞങ്ങൾക്ക് അവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയത്. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാ. ഞാനും കണ്ണേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. നീ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതല്ലേ? നിനക്ക് ഫൈനാൻസിയേഴ്സിൽ അക്കൗണ്ട് സെക്ഷനിൽ ഒരു ജോലി തരാനാ ഞങ്ങളുടെ തീരുമാനം. സാലറി മോശാവില്ല. ഏട്ടത്തിങ്ങനെ പറഞ്ഞത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. എന്റെ ഏട്ടന് എന്നെ മറക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. പിന്നെ ഞാൻ കാണിച്ച തെറ്റിനാ ഏട്ടൻ എന്നെ ശിക്ഷിക്കുന്നത്. പിന്നെ ഇവിടെ കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് എടുത്തേ. സാഗരേട്ടന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ട് തോമസ് സാറും സാഗരേട്ടനെ തിരിച്ചെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉള്ളതുകൊണ്ട് ഇനി ഒരു കുഴപ്പവുമില്ല. നന്നായി ജീവിക്കും. അത്യാവശ്യം പൈസ മിച്ചം പിടിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ഇനി ഞാൻ ഏട്ടനെ എടുത്തിയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടല്ല മഞ്ജു. എനിക്കറിയാം
ഏട്ടനും ഏട്ടത്തിക്കും ബുദ്ധിമുട്ടില്ലാന്ന്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം. ഞാൻ ഇടയ്ക്ക് വരാം. ഇനിയിപ്പോ ഇവിടുന്ന് തന്നെ ആയിരിക്കും ഞങ്ങൾ ഡ്രസ്സെല്ലാം വാങ്ങാ. ശബരിമലയ്ക്ക് പോവാനായിട്ട് കണ്ണേട്ടൻ മാലയിട്ടിരിക്കുവല്ലേ? വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയ്ക്കാ കണ്ണേട്ടന്റെ കാലിന്റെ സ്വാധീനം നഷ്ടമായത്. തൃക്കാർത്തിക വരുവാ. അന്ന് കണ്ണേട്ടൻ തോമസ് സാറിന്റെ വീട്ടിലായിരിക്കും. പ്രത്യേക പൂജയും ചികിത്സയൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ. എല്ലാം പാലിക്കും എടുത്തി. എന്റെ ഏട്ടനെ പോലെ കൂടപ്പിറപ്പുകളെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ സ്നേഹത്തിന്റെ വില തിരിച്ചറിയാത്തവര് ഒരുപാട് പേരുണ്ട് എന്റെ വീട്ടിൽ തന്നെ. എന്റെ അമ്മയെ ആങ്ങളെ ഉൾപ്പെടെ പലരും. ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇന്ന് എനിക്കറിയാം എന്റെ ഏട്ടന്റെ വില എന്താണെന്ന്. ലോകത്ത് ഇതുപോലൊരു ഏട്ടന് കിട്ടാൻ പുണ്യം ചെയ്യണം. ദൈവങ്ങൾ കണ്ടറിഞ്ഞ ഏട്ടത്തിയെ ഏട്ടന്റെ അടുത്ത് എത്തിച്ചത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം കിട്ടും ഏട്ടത്തി. കണ്ണേട്ടന് ചലനശേഷി പൂർണ്ണമായിട്ടും തിരിച്ചു കിട്ടും. ഏട്ടത്തിക്ക് കണ്ണേട്ടന്റെ കുഞ്ഞിനെ ലാളിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവും. എന്നാ ശരി മോളെ, ഞാൻ നിന്നെ ഇടയ്ക്ക് വിളിച്ചോളാം. നീയും വിളിക്ക്. ശരി ശരി ഏട്ടത്തി. അവൾ പറഞ്ഞാലും കാര്യമുണ്ട്. അവർ സ്വന്തം കാലിൽ നിൽക്കട്ടെ, സ്വന്തമായിട്ട് സമ്പാദിക്കട്ടെ, ജീവിക്കട്ടെ. പിന്നെ ഞാൻ തന്നോട് പറഞ്ഞല്ലോ, കൃത്യമായിട്ട് മഞ്ജുവിന് കൊടുക്കാനുള്ളത് ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അതേതെങ്കിലും ഒരു സമയത്ത് കൊടുക്കാം. പിന്നെ പഴയതുപോലെ സാഗറിനെ ഇനി സംശയിക്കേണ്ട കാര്യമില്ല. അവൻ മാറ്റത്തിന്റെ പാതയിലാ. അതെനിക്ക് മനസ്സിലായി കണ്ണേട്ടാ. ഇനിയിപ്പോ എന്തായാലും തോമസ് സാറ് സാഗറിനെ ജോലിയിലേക്ക് തിരിച്ചെടുത്ത് കഴിഞ്ഞല്ലോ. സാറ് നല്ല ശമ്പളത്തിലാ സാഗറിനെ വെച്ചിരിക്കുന്നത്. മഞ്ജുവിന് ഇപ്പൊ ജോലിയുണ്ട്. അതുകൊണ്ടിനി അവർക്ക് അല്ലലില്ലാതെ ജീവിക്കാൻ കണ്ണേട്ടാ. പക്ഷേ ആ ജീവിതത്തിനിടയിൽ തടസ്സമായിട്ട് ഒരുത്തനുണ്ട്. ഇപ്പൊ പിടിയിലായ മേഘൻ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ കൂടി അപകടകാരിയാവും. അവനെ സ്ഥിരമായിട്ട് ജയിലിൽ കിടത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ കണ്ണേട്ടാ? അവനെ ഉണ്ണിയും കൂടെ നശിപ്പിച്ചെന്നാ എനിക്ക് തോന്നേ. ഉറപ്പല്ലേ? ഉണ്ണിക്കെന്നും പ്രിയം അവനും അവന്റെ അച്ഛനെയും പിന്നെ എന്റെ രണ്ടാനമ്മയൊക്കെ ആയിരുന്നു. അവരുടെ ഉപദേശങ്ങൾ കേട്ട് തന്നെയാ അവൻ ജീവിച്ചത്. അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവനുണ്ട്. അനിയനും അനിയത്തിക്കും വേണ്ടി കണ്ണേട്ടനൊരു ഭാഗം മാറ്റിവെച്ചിട്ടുണ്ടല്ലോ. അതിൽ കൂടുതലും മഞ്ജുവിന് കൊടുക്കുന്നതാ നല്ലത്. ഒന്നുമില്ലേലും അവള് യാഥാർത്ഥ്യം മനസ്സിലാക്കിയല്ലോ. ഇത്രയും കാലം ഉണ്ണിയെ നല്ല നിലയിൽ കൊണ്ടു നടന്നിട്ടും ആ കുടുംബം നോക്കിയിട്ടും അതിന്റെ ലേശം നന്ദി പോലും ഉണ്ണിക്കില്ല. ഇന്നിപ്പോ നമ്മുടെ സമ്പത്തെല്ലാം കൈകാര്യം ചെയ്യുന്നത് താനാ. അതുകൊണ്ട് തനിക്ക് എന്ത് ഡിസിഷനും എടുക്കാം. അതിനൊന്നിനും ഞാനെതിരല്ല. ഇനി നമ്മുടെ മുമ്പിലുള്ളത് എന്റെ ഹെൽത്താ. മറ്റന്നാള് വൃശ്ചികത്തിലെ തൃക്കാർത്തിക. നാളെ രാവിലെ തന്നെ നമുക്ക് തോമസ് സാറിന്റെ വീട്ടിലെത്തണം. ഇന്ന് നമുക്കേ കുറച്ച് നേരത്തെ കിടക്കാം. നാളെ പുലർച്ചെ പോണ്ടതല്ലേ. തോമസ് സാറിന്റെ ആത്മവിശ്വാസം ശരിയായി വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു കണ്ണേട്ടാ. തോമസ് സാറിന്റെ വാക്കിനൊപ്പം തന്നെ നമ്മൾ വില കൽപ്പിക്കണം ആ സിദ്ധയായ അമ്മയുടെ വാക്കുകൾക്ക്. അവർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു നമുക്ക് ഒന്നിലധികം കുട്ടികൾ ജനിക്കുമെന്ന. അതും എന്റെ ചോരയിൽ തന്നെ കുഞ്ഞുങ്ങൾ ജനിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ എഴുന്നേറ്റ് നടന്നേ പറ്റൂ. അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുവാണെങ്കിൽ എന്താ അടുത്ത പരിപാടി? ഒരു ഹണിമൂൺ ട്രിപ്പ്. ഹണിമൂൺ ട്രിപ്പോ? അതെ, പോകാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഒന്ന് പോണം. ജർമ്മനിയിലേക്ക് ഒരു യാത്ര പോണം. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചു നാളത്തേക്ക് വിടത്തില്ല. അത്രയും നാൾ നമുക്ക് ബിസിനസ് നോക്കാതെ മാറി നിൽക്കാൻ പറ്റുമോ? അതിനുമുമ്പ് തന്നെ നമ്മുടെ ഓഫീസുകളിലൊക്കെ ബാലേന്ദ്രൻ സാറിനെ പോലെ മിടുക്കന്മാരായ കുറച്ച് സ്റ്റാഫുകളെ നിയമിക്കണം. സത്യസന്ധരായവരെ. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങോട്ടും പോവാം. ഒരു പ്രസ്ഥാനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരാ. അതിന്റെ നടത്തിപ്പുകാർ എത്ര സത്യസന്ധരായാലും എത്ര നല്ലവരായാലും ശരി, തൊഴിലാളികൾ പണിമുടക്കിയ പിന്നൊന്നും നടക്കില്ല. അതുകൊണ്ട് മൊത്തത്തിൽ കമ്പനിയിൽ ഒരു ശുദ്ധികലശം നടത്തണം. ഇന്ന് വൈകുന്നേരം ആ ഗുരുസ്വാമി വരാന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിനുവേണ്ട പൂജാ സാധനങ്ങളൊക്കെ എടുത്തു വെക്കണം. ശരി. ഉണ്ണേട്ടാ, ഉണ്ണേട്ടാ, എഴുന്നേക്ക്. എന്താ? എന്താന്നോ പറഞ്ഞതൊക്കെ മറന്നുപോയോ? ഉറങ്ങിക്കഴിഞ്ഞ കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. പിന്നെ പറഞ്ഞത് ഓർമ്മയില്ല, ചെയ്യേണ്ടത് ഓർമ്മയില്ല. ഓ, ആ വിഗ്രഹം എടുക്കണല്ലേ? എടുത്ത് കളയണം, അങ്ങനെ പറ.